വിദ്യാർത്ഥിനികളെ ഞാൻ ജസ്റ്റ് കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. എന്റെ ഈ രണ്ടുപേര് നമ്മുടെ ഇവിടെ സംസാരിച്ചു. അപ്പൊ എന്റെ ഓർമ്മ 5ാം ക്ലാസ്സിലേക്ക് പോവാണ്. ഞാൻ പ്രസംഗം പറഞ്ഞ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ സ്റ്റേജിൽ കയറി വളരെ പ്രതീക്ഷയോടുകൂടി ഒരു പ്രസംഗം 5 മിനിറ്റുള്ള കാണാതെയൊക്കെ പഠിച്ച് ചെന്ന് നിൽക്കുവാണ്. ബഹുമാനപ്പെട്ട സദസ്സിന് നമസ്കാരം എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കി അവിടെ അങ്ങ് നിന്ന് പോസ്റ്റായി പോകുന്നുള്ളതാണ്. നിങ്ങൾ ചിരിച്ച പോലെ ബാക്കി എല്ലാവരും ചിരിക്കുകയായിരുന്നു അല്ലെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ സംസാരിച്ച ബാക്കിയുള്ളവർ പൂർത്തിയാക്കാതെ ഇറങ്ങിപ്പോയല്ലോ. പൂർത്തിയാക്കി ഇറങ്ങിപ്പോയി. ഞാനാണെങ്കിൽ പൂർത്തിയാക്കാതെ വളരെ സങ്കടത്തോടെ ഇറങ്ങിപ്പോയി. സ്കൂളിന്റെ ഒരു കോഡ് നിൽക്കുമ്പോൾ എന്റെ ഒരു അധ്യാപകൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്നാടാ നീ ഇവിടെ നിൽക്കുന്നേ? ഇങ്ങനെയാ, കുഴപ്പമില്ല, നിന്റെ പ്രസംഗം നല്ലതായിരുന്നു, നീ ഇനിയും പ്രസംഗിക്കണം. സത്യം പറഞ്ഞ ആ വാക്കുകളാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നൽകിയത്. ഇപ്പൊ ഇത്രയും കുട്ടികൾ ഇവിടെ ഇമ്പൾസ് ആണ്. നമുക്ക് ആർക്കും അതിന് പറ്റിയിട്ടില്ല. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. സമയം വളരെ കുറവായതുകൊണ്ട് എക്കണോമിക്സിന്റെ സാധ്യതകളെ പറ്റി ഞാൻ പറയുന്നു. എക്കണോമിക്സ് എന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ട് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ economics is a science which studies human behavior as a relationship between ends and scarce means which have alternative uses. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ അനവധിയാണ്. പക്ഷെ അത് പൂർത്തീകരിക്കാനുള്ള വിഭവങ്ങൾ വളരെ പരിമിതമാണ്. അതുകൊണ്ട് ആ പരിമിതമായ വിഭവങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കണം. അതാണ് എക്കണോമിക്സ് ആദ്യമായിട്ട്. ഇനി എക്കണോമിക്സിന്റെ ജോലി സാധ്യതകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട കാര്യം, എങ്ങനെയാണ് എക്കണോമിക്സിലേക്ക് പോവുക? ആദ്യമായിട്ട് BA എക്കണോമിക്സ് ഉണ്ട്, BSc എക്കണോമിക്സ് ഉണ്ട്, പിന്നെ BCom, BBA, BA ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, പൊളിറ്റിക്കൽ സയൻസ്. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഗവൺമെന്റ് സെക്ടറിലുള്ള സിവിൽ സർവീസ് എക്സാംസുകളുണ്ട്, അത് എഴുതാം. പിന്നെ ഇന്ത്യൻ എക്കണോമിക് സർവീസ് ഗ്രൂപ്പ് എക്സാം ആണ്. ഇന്ത്യൻ എക്കണോമിക് സർവീസ് എക്കണോമിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ള കുട്ടികൾക്കുള്ള എക്സാം ആണ്, IES. പിന്നെ അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിൽ ക്ലറിക്കൽ പോസ്റ്റുകൾ, പ്രൊബേഷണറി ഓഫീസർ, പിന്നെ അതുപോലെ തന്നെ RBIയിൽ ഗ്രേഡ് B ഓഫീസർ, നബാർഡ്, SSC, PSC ജോബ്സുകള്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനലിസ്റ്റുകള്, പിന്നെ അതുപോലെ തന്നെ എക്കണോമിക് പോസ്റ്റ് ഇൻ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്സ്, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡുകളിലൊക്കെയുള്ള പോസ്റ്റുകളുണ്ട്. പിന്നെ കോർപ്പറേറ്റ് സെക്ടറിൽ വ്യാവസായികപരമായിട്ടുള്ള അനാലിസിസ് ചെയ്യുന്ന ആളുകള്, മാർക്കറ്റ് റിസർച്ച് അനലിസ്റ്റുകള്, ഡേറ്റ അനലൈസ് ചെയ്യുന്ന വ്യക്തികള്, അതുപോലെ തന്നെ എക്കണോമിക്സ് ഇൻ കോർപ്പറേറ്റ്സുകള്, ഫിനാൻഷ്യൽ എക്സിക്യൂട്ടീവുകള്, ഹ്യൂമൻ റിസോഴ്സ് പേഴ്സണൽസുകള്, ഓപ്പറേഷൻ അനലിസ്റ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ടെക്നോളജി ആൻഡ് റിസർച്ച് ഫീൽഡുകൾ എന്ന് പറയുമ്പോൾ എക്കണോമിക്സ് പ്ലസ് ഡേറ്റ സയൻസ്. പ്രധാനമായിട്ടും നമ്മളിപ്പോ ഡേറ്റകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തെ സംബന്ധിച്ച് ഡേറ്റയാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന വിവരങ്ങൾ കോർപ്പറേറ്റ് കമ്പനികള്, ഗവൺമെന്റ് എല്ലാം ശേഖരിക്കുന്നുണ്ട്. ആ ഡേറ്റ അനലൈസ് ചെയ്താണ് അവര് ഭാവിയിൽ എങ്ങനെ ഇരിക്കും കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഡേറ്റ അനാലിസിസ് കോഴ്സ് കഴിഞ്ഞ് അതിന്റെ കൂടുതൽ എക്കണോമിക്സിന്റെ ഒരു ഡിഗ്രിയും കൂടി ഉണ്ടെങ്കിൽ വളരെ ഭാസുരമായ ഭാവി കിട്ടുന്ന ജോലി സാധ്യതകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അത് ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ വലിയ മൾട്ടിനാഷണൽ കമ്പനീസിൽ 10 lakhs per annum. അക്കാഡമിക് ആയിട്ട് നോക്കുവാണെങ്കിൽ കോളേജ് അധ്യാപകര് തന്നെ, സ്കൂള് +2, പിന്നെ പോളിസി അഡ്വൈസർ ഇൻ ഗവൺമെന്റ് ഓർ NGOs, പിന്നെ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള IMF, UN, വേൾഡ് ബാങ്കിലൊക്കെ ജോലി സാധ്യതകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട സാധ്യതകൾ എന്ന് പറയുമ്പോൾ കേരള പ്ലാനിംഗ് ബോർഡിൽ ജോലി സാധ്യതകളുണ്ട്, കുടുംബശ്രീ ലോക്കൽ സബ് ഗവൺമെന്റ് ജോലി സാധ്യതകളുണ്ട്, കോർപ്പറേറ്റ് ബാങ്ക്സുകള്, സൊസൈറ്റികള്, അതിൽ ജോലി സാധ്യതകളുണ്ട്, NGOസിൽ സാധ്യതകളുണ്ട്. പിന്നെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ട്രിവാൻഡ്രത്തുള്ള ഡോക്ടർ KN രാജ് രൂപീകരിച്ച സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ അവിടെ ജോലികളുടെ സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്ത് എക്കണോമിക്സ് വെറുതെ പഠിക്കാതെ അതിന്റെ എക്കണോമിക്സ് പഠിച്ചവർക്ക് പറ്റും. പിന്നെ 3 കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം ഒത്തിരി ഇല്ലാത്തത് കൊണ്ട്. സയൻസ് സ്ട്രീമിലെ കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ലോജിക്കൽ തിങ്കിങ്, അതുപോലെ തന്നെ മാത്സിലുള്ള ഒരു ബേസ്, അതുപോലെ തന്നെ അനലൈസിങ് എബിലിറ്റി, ഇത്രയും ഉണ്ടെങ്കിൽ എക്കണോമിക്സ് ഒരു നല്ല സ്കോപ്പാണ്. പ്രത്യേകിച്ച് സയൻസ് സ്ട്രീമിലെ കുട്ടികൾക്ക് വളരെ സാധ്യതയുള്ള ഒരു ഫീൽഡാണ് എക്കണോമിക്സ്. അതുപോലെ തന്നെ RBIയുടെ മുൻ ഗവർണറൊക്കെ ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഹി വാസ് ആൻ എഞ്ചിനീയർ. അദ്ദേഹം അതിനുശേഷമാണ് എക്കണോമിക്സിലേക്ക് വന്നത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം ശക്തിയിൽ സ്വാധീനിക്കുന്ന ഡിപ്രഷനിലേക്ക് പോകാതെ